ടച്ചായി ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നിനക്കെന്തെങ്കിലും കൈ കരുതിക്കൂടെ? നാശം, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഛേ, നമസ്കാരം. ഭാസ്കരേട്ടാ, നിങ്ങൾ എന്താണ് ഈ വായനശാലയില്? അല്ല, നമുക്ക് പിന്നെ വായനശാലയൊന്നുമില്ലല്ലോ. പിന്നെ പുസ്തകങ്ങൾക്ക് എന്ത് പാർട്ടി? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഈ കവലയിൽ ഒരു കൊടിമരം ഉയർത്തണ്ടേ? അത് വേണോ? വേണം. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കവല പിടിക്കും. നമ്മുടെ ശക്തി തെളിയിക്കേണ്ട സമയമായി ഭാസ്കരേട്ടാ. ആളായിട്ടോ അർത്ഥമായിട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് കേട്ടാ ഇവൻ എത്ര വൈഡായി എറിയുന്നേ. ചേട്ടാ, ഇതെന്താ ഇത്? ആരെന്നാ? ഇതാ ചേച്ചി. ചേച്ചിയാ? സ്വാതി തുറന്നു. ഇത് ഞാൻ എടുക്കും. ഇത് ഞാനേ എരന്ന് വാങ്ങിച്ചത്. നീയേ അവളെ ഓർത്തോണ്ടിരുന്നാ മതി. അത് വേണ്ട, ഇപ്പൊ പുറകെ പോയാലേ നാണക്കേടാ. അവളായിട്ട് വന്നോളൂ. വന്ദേ മാതരം, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്, 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 ഭാരത് മാതാ കി ജയ്. എന്താ പെങ്ങളെ? ഷർട്ടൂര്. തന്നോട് ആരാ ഈ ഷർട്ട് ഇടാൻ പറഞ്ഞേ? ഊരടോ. ഗിഫ്റ്റ് തന്ന ഷർട്ടല്ലേ, അതുകൊണ്ട് എങ്ങോട്ട് വന്നു? ഗിഫ്റ്റ് കിട്ടിയ ആള് വേണം ഇടാൻ. ഷർട്ട് വാങ്ങുമ്പോ സൈസ് നോക്കി വാങ്ങണം. അത് അന്ന് ഷർട്ടിന്റെ സൈസ് നോക്കിട്ട് വാങ്ങിച്ചതാ. അത് ചാത്തൻ ബ്രാൻഡാണ്, ഇത് പ്രീമിയം ബ്രാൻഡ്. രണ്ടും തമ്മിൽ സൈസ് ഡിഫറൻസ് വരാൻ സ്വാഭാവികം. തന്റെ ബൈക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ വാ. കഥയെഴുതിയതാരോ തണുമഴയുടെ രാവോ പുതുപുലരൊളിയാളുടെ നെഞ്ചിലെ നുള്ളിയൊളിച്ചൊരു കിനാവോ പനിമതി വിരിയുന്നു ഹിമവനിയിൽ തെല്ലായി പടവുകളിൽ നിലാവിലരിച്ചു നനഞ്ഞു കുറിച്ച പദങ്ങളായി നറുതിങ്കൾ ചിരി പടരുമ്പോൾ മുകിലൊരു താരകതളമുതിരുന്നു
അനുരാഗം മിഴികളിലൂറിയ കണിവയിലണയുകയായി മെല്ലെ 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 കൺതുമ്പാൽ മൊഴിയും മോഹങ്ങൾ മനസ്സിൻ മന്ദാരമേഘങ്ങൾ കനൽ തൂവൽ പോൽ കൊള്ളുന്നു വിരൽ തമ്മിൽ ചേർന്നു മെല്ലെ കടലോളം കനവുകളാടിയ തിര ഒഴിയാത്തൊരു കഥയിലലിഞ്ഞു തിര തമ്മിൽ ഇഴപിരിയാത്തൊരു മറുകര തിരയുകയോ ധന്യേ അവൻ 2 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. കൃഷിയൊക്കെ ഞാനാ നോക്കുന്നത്. അതെ, എന്തോ അനക്കം മരപ്പട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. പിന്നെ ജന്മം ആ നീയെങ്കിലും ഒന്ന് മര്യാദക്ക് വളർന്നു വാ. ഈ വാഴയെങ്കിലും ഒന്ന് കൊലച്ച് കണ്ടാൽ മതിയായിരുന്നു. ഞാനേ അങ്ങോട്ട് വിളിക്കാമേ. റോഡ് നിർമ്മിക്കാനുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പ്രസിഡന്റ്, റോഡ് വരുന്നത് നാട്ടുകാർക്ക് നല്ലതാണ്, അത് എനിക്കും അറിയാം. പക്ഷെ എൻ്റെ 11 സെന്റ് കൈയേറിക്കൊണ്ടിട്ട് റോഡ് വരണമെന്ന് ആർക്കാ നിർബന്ധം? അത് വേണ്ട. അതെ, സർവേ പ്രകാരം അതുവഴി തന്നെയാണ് റോഡ് വരേണ്ടത്. എല്ലാവർക്കും ഉപകാരപ്രദമായ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം. ആ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ വേറെ പോയി വൈകിട്ട് പോവേ അല്ലേ? പക്ഷെ ഈ വഴി വെട്ടേണ്ടത് ഭൂമി കൂടല്ലേ, അല്ലാതെ ആകാശത്തൂടല്ലല്ലോ. ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ട്. സർവേ റിപ്പോർട്ട് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഴി വരും. ആ വഴി നിന്റെ നെഞ്ചത്തോടി വെട്ടിയാ മതി. ഭാസ്കരൻ അതിരി കിടക്കുന്നു. എന്റെ അതിന് മാന്താൻ ആരും വരണ്ട, അത്രേ ഞാൻ പറഞ്ഞോളൂ. മാന്തേണ്ടി വന്നാ മാന്തോടോ, ചോരച്ചാലും തൂക്കേറെ ഞങ്ങൾക്ക് പുത്തരിയല്ല. പിന്നെ ഞങ്ങൾക്കാണോ സ്കോർ ഈക്കലാക്കി ഞങ്ങൾക്കുള്ളൂ. സ്കോർ ഈക്കലാക്കി ഇങ്ങോട്ട് വേണം, ആ കൈ ഞങ്ങൾ വെട്ടും. വഴി വെട്ടാനായിട്ട് അങ്ങോട്ട് വേണം. എന്റെ ശവത്തിൽ ചവിട്ടി നീ വഴി വിട്ടോളൂ. ശവത്തിൽ കൂടി വഴി വെട്ടേണ്ടി വന്ന ആ വഴി തന്നെ വെട്ടൂടാ പാക്കറ. അമ്മേ അമ്മേ ഇവിടെ വാ. അത് നോക്ക്, കുറേ നേരം ഞാൻ സംഭവം തരട്ടെ. എന്താ ആരുടെ നീ? ക്ലാസ്മേറ്റാ. ഏത് ക്ലാസ്മേറ്റ്? അരുണിമയെ അമ്മയ്ക്ക് അറിയില്ലേ? അവിടെയുള്ള അരുണിമയ്ക്ക് എങ്ങനെയാടി ആണുങ്ങളുടെ സൗണ്ട്? അവളുടെ സൗണ്ട് അങ്ങനെയല്ലേ അമ്മ? അവൾ എന്തിനാ ഫോണിൽ കൂടെ ഉമ്മ തന്നത് നിനക്ക്?
ഉമ്മയല്ല അമ്മ, അസൈൻമെന്റിന്റെ കാര്യം സംസാരിച്ചതാ. അസൈൻമെന്റിന്റെ കാര്യത്തിന് എന്തിനാടി ഉമ്മ? അമ്മ ഞാൻ പറയുന്ന കേക്ക്. സത്യം പറ, ഇത് ആരാ? എന്റെ ക്ലാസ്മേറ്റ് അമ്മ. മോളോട് തന്നെ ചോദിച്ചു നോക്ക്. ഫോണിൽ കൂടെ ആരാണ്ട് ഉമ്മ വെച്ച് കളിക്കുന്നു. ഉമ്മയൊന്നും അല്ല അച്ഛാ, അരുണിമയാ. അവളാ വിളിച്ചത്. ഒരു ചെക്കന്റെ സൗണ്ടാ ഞാൻ കേട്ടത്. നീ പോയി കുറച്ച് വെള്ളം ചൂടാക്കി. എന്താ അച്ഛാ ഒന്നുമില്ല, ഞാൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ അമ്മ വന്നത്. അവളുടെ ഫോൺ അങ്ങ് മേടിച്ചു വെച്ചേരെ. അച്ഛാ അസൈൻമെന്റ് അച്ഛാ. പോയിരുന്ന് പഠിക്കടേ. ഓടി നീ എന്തോക്കിക്കോ. അച്ഛാ അച്ഛാ ഫോൺ അച്ഛാ പ്ലീസ്. അച്ഛാ വെള്ളം വെച്ചോടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. സഖാവേ, ഓ നമ്മുടെ റോഡിന്റെ കാര്യത്തിൽ പരിങ്ങല്ലെന്ന് പറയണ കേട്ടു. എന്ത് പ്രശ്നം? അങ്ങനെയൊക്കെ ഇവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എടാ, ഈ റോഡ് നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ? അതൊക്കെ ശരി തന്നെയാ. നമ്മളെല്ലാം കൂടെ ഒപ്പിട്ടിട്ടല്ലേ ഇത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടൊക്കെ അനുവദിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മുടെ നാട്ടുകാരുടെ ആവശ്യത്തിന് തുരങ്കം വെക്കാൻ ചില മൂരാച്ചികൾ ശ്രമിച്ചാൽ നമ്മൾ നാട്ടുകാർ കയറി വഴി അങ്ങ് വെട്ടും. എങ്ങനെയായാലും നിങ്ങളുടെയൊക്കെ കാര്യങ്ങളല്ലേ, നടന്നാ മതി. നാട്ടുകാർക്ക് ചില പണികൾ വരുന്നുണ്ട്. അതൊരു ചായ. ആ റോഡ് വന്നിട്ട് ഒരു വണ്ടി മേടിക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. നീ വണ്ടിയും മേടിക്കും, അതാ വഴിയെ ഓടിക്കുകയും ചെയ്യും. ഞാനാ പറയുന്നേ, ഉറപ്പാണ് മധു. ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. ചേട്ടാ ഒരു കടി വേണോ? ആവശ്യത്തിന് കടിക്കുന്നുണ്ടാ. എടാ, നാടിൻ്റെ സമഗ്ര വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. താനൊന്നു വന്നേ, പുറത്തേക്ക് ഇറങ്ങ്, ഒരു കാര്യം പറയണ്ട്. പുറത്തേക്ക് ഇറങ്ങാം. നിന്റെ മോനെ നീ മര്യാദ വളർത്തിക്കോളാം. കളിച്ച് കളിച്ച് എൻ്റെ കുടുംബത്തെ എറിയാ കളി. എൻ്റെ മോൾക്ക് വേണ്ടി ദൈവവിശ്വാസമുള്ളവരെ കണ്ടുപിടിച്ച് കെട്ടിക്കാൻ എനിക്കറിയാം. പുരോഗമനവാദം കൊണ്ട് എൻ്റെ കുടുംബത്തെ കയറിയ എല്ലാത്തിനും ഞാൻ തീർത്തളയും. എനിക്കിന് മുന്നും പിന്നും നോക്കാനില്ല കേട്ടോടോ. അമ്മ എനിക്കൊരു സഹായം വേണ്ടി വന്നപ്പോ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സഹായിക്കാൻ. സഹായിക്കാൻ വരുന്നവര് മുഴുവൻ കയറി പ്രേമിക്കുവാണല്ലോ. ഞാൻ എല്ലാവരും ഒന്നും പ്രേമിച്ചൊന്നും ഇല്ലല്ലോ. കേട്ടല്ലോ മോളുടെ ന്യായീകരണങ്ങള്. മോളെ, നടക്കാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ദേ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വഷളാക്കിയാണ് അവൾ ഈ പരുവത്തിൽ. മോളെ, അവരൊക്കെ കൊല്ലും കൊലയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അവരായിട്ടുള്ള ബന്ധമൊന്നും ശരിയാവൂല. മോളത് വിട്ടേക്ക്, വേണ്ട. അച്ഛാ, കുട്ടൂന് പാർട്ടി ബന്ധമൊന്നും ഇല്ല. പിന്നെ ഈ കൊല്ലും കൊലപാതകമൊന്നും ഒരു പാർട്ടിയുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. അഹങ്കാരം പറയണോ? അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കണേ? അമ്മ ഇങ്ങനെ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത് മതി. അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം. അവളുടെ ഒരു പ്രേമം മണ്ണം കെട്ടിയായിട്ട് വന്നിരിക്കണം. കാണിച്ചായിട്ട് നിനക്ക് നീ എന്ത് കാഴ്ചയാണോ നിക്ക? ദേ, ഇതുപോലെ എങ്ങാനും ആയാലുണ്ടല്ലോ കൊന്നാണേ ഞാൻ. പുന്നാരിച്ച് ഇനിയും പുന്നാരിച്ച് വെച്ചോളൂ. നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാ പറയണെന്ന് മനസ്സിലാക്കുക. ചേച്ചി അവിടെ നിങ്ങളിത് എന്തുവാ മനുഷ്യ? എന്നോട് ഇവിടെ കിടന്ന് ചൂടായല്ലോ. ഇതൊക്കെ നേരിട്ട് അവളോടങ്ങ് പറഞ്ഞാ പോരെ? നമ്മളച്ഛനെ കുറിച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ? എടി, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, അത് ശരിയായിക്കോളൂ. എന്തായാലും കുറച്ച് ദിവസം അവളെ പുറത്തേക്കൊന്നും വിടണ്ട. ശരിയായ കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ തന്നെ കേൾക്കണമല്ലോ ഇതൊക്കെ വീണ്ടും. ഇന്നത്തെ ജനസേവനൊക്കെ കഴിഞ്ഞ കുട്ടു, നീ ആ ഫോണിങ് എടുത്തേ. എന്തിന്? ആ പെങ്കൊച്ചിനെ ഞാനും കൂടെ ഒന്ന് കാണട്ടടാ. പെങ്കൊച്ച? അമ്മ അമ്മയുടെ പാടോ. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട. എന്ത് പേഴ്സണൽ കാര്യമാണ്? അതൊക്കെ ഞാൻ ചത്തിട്ട് മതി. ഞങ്ങളുടെ ചെലവിൽ കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ ജീവിച്ചോണം.
നിങ്ങൾക്കൊക്കെ എന്താ? എടാ 3 നേരം വർഗീയത വിളമ്പി നടക്കുന്ന ആ ചിട്ടിപ്പാക്കറിന്റെ മോളെ കെട്ടിയോളാണ് നിനക്ക് പ്രേമിക്കാൻ. നീ ഒരു ബൂർഷാടെ മോളെ കെട്ടിക്കൊണ്ട് വന്നാലും ഞാൻ സഹിക്കും. പക്ഷെ വർഗീയത. ഞാനൊരു പെണ്ണിനെയാണ് സ്നേഹിച്ചത്, അല്ലാതെ അവളുടെ അപ്പന്റെ രാഷ്ട്രീയ കോപ്പൊന്നുമല്ല. ഇടാവൾക്ക് നിന്നെക്കാട്ടിലും ഉയരവേ കുറവുള്ളൂ, 1 വയസ്സ് കൂടുതലാ. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്ന അമ്മ, നിങ്ങൾ തമ്മിൽ 10 വയസ്സ് വ്യത്യാസമില്ലേ? എന്നിട്ട് പ്രേമിച്ചില്ലേ? എടാ ഞാനൊരു പെണ്ണല്ലേ, അതുപോലെയാണോ ഇത്? അതുപോലെ തന്നെയാണ് ഇതും. നിക്കടാ, നിങ്ങൾ ഒരുമാതിരി ഫാസിസ്റ്റിനെ പോലെ സംസാരിക്കും. ഏത് പെണ്ണിനെ സ്നേഹിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നുള്ളത് എന്റെ തീരുമാനമാണ്, എന്റെ അവകാശമാണ്. അവന്റെ അവകാശം വളർത്തി വെച്ചേക്കുന്നോള്. അപ്പഴേ നിന്നോട് പറഞ്ഞോ വേണ്ട വേണ്ടെന്ന്. എഴുന്നേക്ക് ഇങ്ങോട്ട്, എണീക്ക്. പറഞ്ഞതല്ലേ വേണ്ട വേണ്ടെന്ന്. ഈ അലിയന് തലക്കൊരു അസുഖമുണ്ടാ. ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണിത്. 10-25 വയസ്സുള്ള ചെറുക്കനെ ക്രിക്കറ്റ് അടിച്ച്. അമ്മയൊന്നും പറയണ്ട അമ്മാവ, അച്ഛൻ്റെ വൃത്തിയുടെ സ്വഭാവം അറിയുന്നല്ലേ. ഇവൻ തർക്കുത്തരം പറയാൻ നിന്നിട്ടല്ലേ. അച്ഛനെ കുറച്ച് ബഹുമാനമൊക്കെ വേണം. അത് ശരിയാ, നമ്മുടെ അച്ഛനെ നേരത്തെ മരിച്ചു നന്നായി, അല്ലെങ്കിൽ ഡയലോഗ് ഇട്ട് ചിരിച്ചിരിച്ച് മരിച്ചേനെ. എൻ്റെ ചേച്ചി, പിള്ളേർ തർക്കിച്ച് നിവർന്ന് മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിച്ചു വളരണ്ട. അല്ലെങ്കിൽ തന്നെ ഇല്ലാത്ത കാര്യമൊന്നുമില്ലല്ലോ പറഞ്ഞു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞപ്പോൾ അച്ഛനെ അവിടെ എടുത്തിട്ട് അടിച്ചു. ഇടയ്ക്ക് കയറണ്ട, ഞാൻ പറഞ്ഞോളാം. നീ ഇനിയൊന്നും ചോദിക്കണ്ട. അളിയൻ എന്ത് പണിയാണ് കാണിച്ചേക്കുന്നത്? അവനൊരു പെണ്ണിനെ സ്നേഹിച്ചവനാണോ ഈ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടേക്കുന്നത്? എൻ്റെ മോനെ ഞാൻ തല്ലും, ചിലപ്പോൾ കൊല്ലും. ഞാൻ ചെലവിന് കൊടുക്കുന്ന കാലത്തോളം ഈ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവന് വക്കാലത്തും പിടിച്ചോണ്ട് ഒരാളിയനും മച്ചമ്പിയും ഇങ്ങോട്ട് വരികയും വേണ്ട. അളിയാ, അവൻ്റെ ഇഷ്ടം അതാണെങ്കിലേ ഞാൻ കൂടെ കാണും. അവളെ കെട്ടാനാണെങ്കിൽ അങ്ങനെ. എൻ്റെ കൊക്കിന് ജീവനുണ്ടെ അത് നടക്കുകയല്ല. ഒന്ന് പോടും അളിയാ. ഭ്രാന്താണോ ഇവന്? നിങ്ങൾ ഈ രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ മറന്ന് അവരാ കുട്ടികളെ കിട്ടിച്ചുവിടാം നമുക്ക്. ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. വ്യത്യസ്ത പ്രത്യയ ശാസ്ത്രങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ആശയപരമായ ചില തർക്കങ്ങളുണ്ടാകുമ്പോൾ ചില പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും. അല്ലാതെ ഈ കല്യാണവും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് കാര്യമെന്ന് വെച്ചാൽ നീ ആയോണ്ട് പറയാം. എടാ, പെങ്കൊച്ചിനെ അവനെക്കാട്ടിൽ 1 വയസ്സ് മൂപ്പുണ്ട്. അവൻ അവളെ കെട്ടിച്ചു കൊടുത്താൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് കാലാകാലങ്ങളായി ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ പൊന്നെ ചേട്ടാ, 1 വയസ്സല്ല. നീ പറയാൻ വരുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യമല്ലേ? ടെണ്ടുൽക്കറിന്റെ കുടുംബമല്ല എൻ്റെ കുടുംബം, മനസ്സിലായോ? ശരി. എടാ, ഞാൻ അച്ഛനോട് സംസാരിക്കാം, നീ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ ഫുഡും വേസ്റ്റ് ആക്കി. എന്തുവാ? അതെ, കുട്ടിന് ഇഷ്ടം അതാണെങ്കിൽ 1 വയസ്സല്ലേ മൂപ്പുള്ളൂ. അത് കാര്യമാക്കണോ? നമുക്കതങ്ങ് നടത്തി കൊടുത്താലോ? എടീ, നീ എന്നാ കരുതിയേ? ഞാൻ ഒരു മൂരാച്ചിയാണോ? എടീ, ഇക്കാലത്ത് ആരെങ്കിലും പ്രായ വ്യത്യാസമൊക്കെ നോക്കാറുണ്ടോ?
പക്ഷേ ഇത് ഞാൻ സമ്മതിക്കുകയില്ല. ഒരു വർഗീയവാദിയുടെ മോൾ കൊണ്ടാകുന്ന പിള്ളേരും വർഗീയവാദികളാവും. അത് ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ വളർത്തണ പോലെയല്ലേ വരൂ. ആ അതെ, വളർത്തുന്ന പോലെ വരും. എടി, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. എൻ്റെ മോനോ അവന് കമ്മ്യൂണിസ്റ്റ് എന്താണെന്നറിയാവോ? എന്താ കാര്യം? വളർത്തുഗുണം. ഈ വീട്ടിലൊരു വർഗീയ വിത്ത് വളരാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്താടി ഇത്? അമ്മ എന്റെ ലെറ്റർ അത്. ഞാൻ വായിച്ചാ മതി. ഇതാ അടൂരുള്ള നാഷണൽ സെൻട്രൽ സ്കൂളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണല്ലോ. നന്നായി. ഇനി ഇതോടെ ആണെങ്കിലേ അവളുടെ എല്ലാ തോന്നിയവസം നടക്കും. നിങ്ങൾ വേഗം എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അങ്ങനെയാണെങ്കിലേ ആ നീറ്റായിട്ടുള്ള കല്യാണം പെട്ടെന്ന് നടത്തണം. അതാകുമ്പോ ഓസ്ട്രേലിയയിലേക്ക് അവൻ കൊണ്ടുപോയിക്കോളും. ആ ശരിയാ. ആ എന്നാ നിനക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. വേണ്ട വേണ്ട നിൽക്കുമ്പോ പിള്ളേര് തലേക്ക് എന്നോട് ആരും ചോദിക്കുന്നത് നിന്നെ കൊന്നു പറഞ്ഞാല് എല്ലാത്തിനും പോലും ഞാൻ
മിഴിയിൽ പടരും മുകിലോ ഇനി വഴിയിൽ തെളിയായിരുളിൻ ആലയാമുലകിൻ ഗതി പോലിതിലേ അകലേ തിരയായി നഗരം പിരിയാ വഴികൾ ചിതറും തിരപോ അകലേ അകലേ അരികെ അഴകേ അഴകേ നിറയെ സ്വാതി, വാതില് തുറക്ക് സ്വാതി. മോളെ വാതില് തുറക്ക്. എന്താണ് സ്വാതി. ഏ സ്വാതി മോളെ സ്വാതി മോളെ സ്വാതി എന്താ അമ്മേ എപ്പോ വിളിച്ചോളൂ? മോളെ വാതിൽ തുറന്നേ. നിങ്ങളൊന്ന് നോക്ക്. എന്താടി ഇത്? വഴക്കൊക്കെ പറഞ്ഞു. മോളെ സ്വാതി മോളെ മോളെ സ്വാതി വാതിൽ തുറന്നേ. മോളെ ഏ? ഏ? മോളെ എടി നമ്മുടെ മോള്. മോളെ 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 അയ്യോ നീ എന്താണ് ഈ കാണിച്ചത്? അയ്യോ മോളെ മോളെ എന്താണ്? അവിടെ മോളെ എന്തിനാ മോളെ മോളെ എന്താണ് ഇത്? എനിക്ക് സ്വാതി മോളെ നീ എങ്ങ് പോന്നോ? നീയില്ലാതെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ? ഞാനും കൂടെ ഇങ്ങോട്ട് പോകും. എന്നാ നമുക്ക് പോവാം. നമുക്ക് പോയാലോ? ഇങ്ങോട്ട്. നിങ്ങളാരാ? യമൻ. നിങ്ങളെ
കൊണ്ടുപോകാമെന്നാ. യമനിലോട്ട് കൊണ്ടുപോകാനോ? എടോ, യമൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാലൻ. സോറി സാർ, ആദ്യം പറഞ്ഞ വാക്ക് അങ്ങോട്ട് കിട്ടിയില്ല. കാലൻ. ക്ലീശേ ഗെറ്റപ്പിൽ വരാത്തതിനുള്ള കുഴപ്പം ഇതാ. യമൻ എന്നുള്ള വേർഡ് പോലും അറിഞ്ഞുകൂടാതാണോ ആത്മഹത്യ ചെയ്യാനും പ്രേമിക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കമോൺ കമോൺ, സമയമില്ല, പെട്ടെന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തോ. എനിക്ക് വേറെയും പിക്കപ്പ് ഉള്ളതാ. കമോൺ. ഒന്നും എടുക്കാനല്ലോ. എന്നാ പിന്നെ പോകാം. വാ. ഇവിടെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. എന്നേക്കാൾ എന്ത് യോഗ്യതയാണ് അവനുള്ളത്? യോഗ്യത. ഭൂമിയിലെ ആഗ്രഹങ്ങൾ തീർന്നവരെ മാത്രമേ സ്വർഗത്തിലേക്ക് കടത്തിവിടൂ. അങ്ങനെ എന്തായിരുന്നു ഇയാളുടെ ഒരു ആഗ്രഹം? ഒരു നേരത്തെ ആഹാരം. വന്നല്ലോ തന്റെ കൂട്ടര്. തനിക്കെന്താടോ ഇവിടെ കാര്യം? അതെന്നാ എനക്കും ചോദിക്കാനുള്ളത്. ഞമ്മന്റെ ആളുടെ അടുത്ത് അനക്കെന്താ കാര്യം? ഞങ്ങളുടെ ഗുപ്തനാടോ, ചിത്രഗുപ്തൻ. ഗുപ്തനാ? മലക്കാടോ? നമ്മുടെ മലക്ക്. മലക്കോ? താൻ നോക്കടോ, ആരാന്ന് നോക്ക്. അനക്ക് കണ്ണുണ്ടോ? ഇതുവരെ നിർത്താറായില്ല. നിർത്തിക്കൂടോ. എന്താണ് നിന്റെ മതി. പിതാവേ, ഇവരൊക്കെ ആരാ? ഇയാൾക്ക് മറ്റുള്ളവർ ആരാന്നും കൂടെ അറിയാൻ മേല. 5 അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ടോ? 5 പേരും ആനയുടെ ഓരോ ഭാഗത്ത് തൊട്ടതിന് ശേഷം ആനയുടെ രൂപം എന്താണെന്നറിയാതെ തമ്മിത്തല്ലി മരിച്ച കഥ. കാഴ്ചയുള്ളവർക്കറിയാം സത്യം. അല്ല, ഗുപ്തൻ എന്തായി പറഞ്ഞു വരുന്നത്? നരകത്തിലേക്ക് വിടാനാണ് തീരുമാനം. അതെങ്ങനെ ശരിയാവും? ഞങ്ങൾ ഇത്രയും നാൾ ദൈവവേല ചെയ്ത് ഇതിനു വേണ്ടിയാണോ? നിങ്ങളായിട്ട് പോകുന്നു, അതോ ഞാൻ ഇറക്കി വിടണോ? നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയതിൻ്റെ ആകത്തുക ഞങ്ങളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നല്ലതിൻ്റെയും ചീത്തയുടെയും കണക്കെടുത്ത് നിങ്ങളെ എവിടെ വിടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള കുറ്റം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അത് തെറ്റാന്നറിയാല്ലേ? സർ, എങ്ങോട്ടേക്ക് ആണെങ്കിലും ഒന്നൊരുമിച്ച് അലോട്ട് ചെയ്ത് തരാൻ പറ്റുമോ? അതിലൊരു കാര്യമില്ല. ഞാൻ എൻ്റെ എന്ന തോന്നലുകളല്ല, ഈ വാതിലുകൾ വരെ മാത്രമാണ്. റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. തീവ്രമായ ആഗ്രഹം ബാക്കി വെച്ചിട്ടാണല്ലേ ഇങ്ങോട്ട് വന്നത്. ആഗ്രഹം പൂർത്തീകരിക്കാതെ ഇതിനൊരു തീരുമാനമുണ്ടാവില്ല. അയ്യോ, അല്ല, അപ്പം നമ്മളിങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കണമെന്നാണോ സാറ് പറയുന്നത്? ഇതൊക്കെ നിങ്ങളെ മനുഷ്യരുടെ ഓരോ ഭാവനകളല്ലേ. പേടിക്കണ്ട. മഹാത്മാഗാന്ധി, മദർ തെരേസയൊക്കെ അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഞാൻ വിചാരിച്ചത് അവർ സ്വർഗത്തിലാണെന്ന്. അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം ബാക്കി വെച്ചല്ലേ ഗാന്ധി മരിച്ചത്. അപ്പം മദർ തെരേസയോ? മരിക്കുമ്പോഴും തൻ്റെ സേവനം ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് മദറും മരിച്ചത്. ശരിയാ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഈ വാതിൽ വിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു അവസരമില്ലല്ലേ? ആഗ്രഹങ്ങൾ ബാക്കിയില്ലെങ്കിൽ. ആഗ്രഹങ്ങളില്ലെങ്കിൽ മനുഷ്യരുണ്ടോ? ആഗ്രഹങ്ങളെ കീഴടക്കണം. തൽക്കാലം നിങ്ങൾക്കിവിടെ കഴിയാം.
ചെന്നോളൂ. ശാന്തിനി നിങ്ങളെ സഹായിക്കും. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ പുറത്തെ ബോർഡിൽ ഇങ്ങനെ പേരുകൾ മാറി മാറി കണ്ടു, അതെന്താ സംഭവം? നിങ്ങൾ എന്ത് വിശ്വാസത്തിന് ഇങ്ങോട്ട് വരുന്നു, ആ പേരിലും ഭാവത്തിലും എന്നെ കാണാൻ കഴിയും. ഓ, ആ കറക്റ്റ്. അല്ല, പക്ഷെ വരുന്ന ആൾ നിരീശ്വരവാദിയാണെങ്കിലോ? ഈ ജീവിതം ഞാൻ എത്ര ആസ്വദിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അതെ, നമ്മൾ മാത്രമുള്ളൊരു ലോകം, ഇത്ര വിശാലമായ സ്ഥലം, നല്ല രസമല്ലേ? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാനൊരു ഉമ്മ തന്നോട്ടെ? അതിപ്പോൾ എന്താ അങ്ങനെ ഒരു ചോദ്യമൊക്കെ? ഒന്നുമില്ല, ചുമ്മാ. അങ്ങനെയാണെങ്കിൽ ഉമ്മ നീ എന്നെ വെച്ചാൽ എനിക്കൊന്നും വേണ്ട. പിന്നെ സ്വാതി, സ്വാതി, നീലാകാശം പോലെ ഈ മിഴി ചായം തൂവും പോലെ ഈ ചിരി ഓരോ വാക്കും ശ്വാസം പോലെ തമ്മിൽ ചേർന്നിരി മരുവിൽ നീയൻ വഴി കരിയിരുളിൽ നീയൻ തിരി എന്നാളും എന്നുള്ളിൽ ജീവനായി നീ പകരുമോ പ്രണയമെൻ മിഴികളിൽ നിഹാരമാ നീലാകാശം പോലെ ഈ മിഴി ചായം തൂവും പോലെ ഈ ചിരി സലോലം കേടാതെ വെണ്ണില താരമായി രാവിലൻ ചാരയായി നീ അഴകേ ചിറകു വീശി ഉയരുവാൻ ശലഭമായി പാറുവാൻ വരിക നീ ഹൃദയമേ അരികെ ചെമ്മാനത്താഴത്തെ തീരത്തേതോ എൻ മുഖത്താഴ്വാരം കണ്ടേ കല്ലോലം വെൺപാതയ്ക്കൊരത്തോടെ ഒഴുകി ചോലയായി നീ അതിലേ സ്വയമുരുകുമെൻ മനമോ നിഴലു പോലെ വെയിലു പോലെ അലയുമിന്നിതാ എന്താ? പറ, എന്താ? കാളി കാളി മഹാകാളി ഭദ്രകാളി ചാപം ചാപാലെ വാലെ അന്തരം വാസുദേവസ്നം ഭഗവസ്നം സാളി ദേവി മഹാകാളി
ഓം ക്രീം മൺകുടം മൺകുടം. പിടിക്കാ. ഉഗ്ര കൂടോത്രമാണ്. ചുവന്ന പട്ടിലാണ് ബന്ധിച്ചിരിക്കുന്നത് അല്ലേ? സ്വാമി എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഉത്ഭവസ്ഥാനം എവിടെയാണോ അവിടെ തന്നെ കൊണ്ടുപോയി നശിപ്പിക്കണം. സഖാക്കളെ, മതാചാരങ്ങളുടെ പേരിൽ സ്വന്തം മകളെ ക്രൂരമായി കൊന്ന ഒരമ്മയുടെ വാർത്ത ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. സാംസ്കാരിക കേരളത്തിന് ഇതൊരപമാനമാണ്. അന്ധവിശ്വാസങ്ങൾ തൊലയട്ടെ, ആത്മവിശ്വാസം വളരട്ടെ എന്ന മുദ്രാവാക്യം കവലയിലെ ചുവരുകളിൽ നിറയണം. ലാൽസലാം. എന്താടാ പാക്കര? തന്റെ മോനന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തേക്കണ കൂടോത്രമാണിത്. അതിനിപ്പോ ഞാൻ എന്നാ വേണം? ഉറവിട സ്ഥാനത്ത് എന്നെ കൊണ്ട് നശിപ്പിക്കണമെന്നാണ് പ്രശ്നത്തിൽ കണ്ടത്. കൂടോത്രവും ചൂട്ടും കോപ്പ് കൊണ്ട് ഈ കൊച്ചാണ്ണയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോണ്ടല്ലോ എല്ലാത്തിന്റെയും മുട്ടുകാരെയും തല്ലി ഓടിക്കും. ഉത്ഭവ സ്ഥാനത്ത് തന്നെ നശിപ്പിക്കണം എന്നാണ് പ്രശ്നത്തിൽ. അതിന് ഞാൻ വേണമെന്നില്ല. ഇത് പിടിക്കാ. ദക്ഷിണ ഞാൻ വീട്ടിൽ വന്ന് വായിക്കോളാം. അയ്യോ അതൊന്നും എടുക്കല്ലേ. മിണ്ടായിരടി. നിന്റെ മോന്റെ ഓരോ ലീലാവലാസങ്ങൾ. നിങ്ങളിവിടെ വന്നതിന് ശേഷം അവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. നല്ല രീതിയിൽ ചിട്ടിക്കമ്പനി നടത്തിക്കൊണ്ടിരുന്ന അത് പൊട്ടി. സർവത്ര തടസ്സങ്ങളാണ് സ്വാമി. പരീക്ഷയുടെ ദിവസം ഇങ്ങനെയൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഒരു വർഷം പോകല. എൻ്റെ വീട്ടിൽ പല തവണയായിട്ട് സർപ്പങ്ങൾ കയറുന്നു. കാണാത്ത ജ്യോത്സ്യന്മാരില്ല, ചെയ്യാത്ത പൂജകളില്ല. സ്വാമി എനിക്കിതിനൊരു പരിഹാരം കണ്ടു തന്നേ പറ്റൂ. വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. ഓ ആ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അരുണാണെന്നാണ് സ്വാതിയുടെ വീട്ടുകാർ കരുതുന്നത്. ചേട്ടാ, ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളല്ലേ? ആവാം. പക്ഷേ പ്രശ്നപരിഹാരത്തിനായി ഓരോ പൂജ ചെയ്യുമ്പോഴും അരുണിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മകൾ മരിച്ചിട്ട് എത്ര നാളായി? അടുത്ത മാസം 1 വർഷം തികയും സ്വാമി. ആത്മാക്കൾ ഉഗ്രകോപത്തിലാണ്. പ്രതികാരം ചെയ്യാതെ അവർ അടങ്ങില്ല സ്വാമി. ഭാഗ്യാണെന്ന് കൂട്ടിക്കോളൂ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതെ ഇരുന്നത്. ആണ്ട് കഴിയുമ്പോൾ ആത്മാക്കൾക്ക് ശക്തി കൂടും. ജീവഹാനി നിശ്ചയം. സ്വാമി, ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാവാതെയാണ് മരിച്ചതല്ലേ? ആഗ്രഹ സബലീകരണം നടത്തി ആത്മാക്കളെ തൃപ്തിപ്പെടുത്തണം. വേറെ ഒരു മാർഗമില്ല സ്വാമി. എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി സ്വാമി, ഞാൻ അതുപോലെ ചെയ്യാം. ഞങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ? ആത്മഹത്യ ന്യായീകരിക്കാൻ കഴിയില്ല. ദുർമരണമെന്നല്ലേ നിങ്ങൾ മനുഷ്യരതിനെ വിളിക്കുന്നത്? വേറെ മാർഗം തേടാമായിരുന്നു. ശ്രമിക്കാഞ്ഞിട്ടല്ലോ ചേട്ടാ. ഇപ്പൊ ഞങ്ങള് ഹാപ്പിയാണ് ചേട്ടാ. പിന്നെന്താ? ഒരു
അവരുടെ വിവാഹം നടത്തിക്കൊടുക്കും. വിവാഹം? ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ വിവാഹം. 2 ആത്മാക്കളെയാണ് വിവാഹം നടത്തിക്കേണ്ടത്. എങ്ങനെയാണോ നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചത് അതുപോലെ നടത്തണം. ബന്ധുക്കളെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് ആർഭാടായി നടത്തണം. വളരെ അപൂർവവും സങ്കീർണവുമായ പൂജയാണ് നടത്തേണ്ടത്. കർമ്മങ്ങൾ തുടങ്ങി എന്തെങ്കിലും വിഘ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ജീവന് ആപത്താണ്. പരലോകത്ത് പോകാൻ തയ്യാറായിക്കോളൂ. കല്യാണം കഴിയുന്നവരെ മാത്രമേ നിങ്ങൾക്കിവിടെ ജീവിതമുള്ളൂ. പരലോകത്ത് പക്ഷേ നിങ്ങൾക്ക് അന്യോന്യം തിരിച്ചറിയാൻ കഴിയില്ല. സോ എൻജോയ് യുവർ ലാസ്റ്റ് ബ്ലിസ്ഫുൾ ഡേയ്സ്. ഇതിലും ഭേദം ആ കല്യാണം അന്നങ്ങ് നടത്തി കൊടുത്താൽ മതിയായിരുന്നു. എടീ, ഞാനൊന്ന് സമ്മതിച്ചിരുന്നെങ്കിലും ആ പ്രഭാകരൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഇപ്പോഴാണെങ്കിലും അങ്ങനെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? സമ്മതിക്കില്ല. താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ആത്മാക്കളെ കെട്ടിക്കാൻ നടക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ സമ്മതിച്ചിട്ടില്ലല്ലോ, പിന്നാണോ ഇപ്പോ? പ്രഭാകരൻ ചേട്ടാ, ഈ കല്യാണം നടന്നാൽ നമ്മളെ മക്കളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടല്ലേ? അതുകൊണ്ടല്ലേ. അത് ആത്മാക്കളുടെ കാര്യം, എനിക്കത് നോക്കേണ്ട കാര്യമില്ല. അതെ, നീ സംസാരിക്കേണ്ടപ്പോ ഞാൻ പറയും. ചേട്ടാ, നമ്മുടെ എല്ലാവരുടെയും ജീവനാവത്ത. ആർക്ക് വേണോ എപ്പോ വേണോ എന്ത് വേണോ സംഭവിക്കാന്ന. ചേട്ടാ, നമ്മുടെ മക്കള് പോയ പിന്നെ മൊത്തം പ്രശ്നങ്ങളാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വില്ലന്മാരല്ലേ? നമ്മളെ കൊണ്ട് അവർ പോവുള്ളൂ ചേട്ടാ. പോയാൽ അങ്ങ് പോട്ടെന്ന് വെക്കൂടാ. ഊരി പിടിച്ച വാളുകൾക്കിടയിൽ കൂടെ നടന്നിട്ടുള്ളവനായി പ്രഭാകരൻ. ജീവിച്ചിരിക്കുന്നവരെ പേടിയില്ല, പിന്നെ ആത്മാക്കൾ. അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ. പെങ്ങളെ, സ്ത്രീകളോട് പൊതുവേ ഞങ്ങൾക്ക് മൃദു സമീപനമാണ്. അതെന്നെ കൊണ്ട് മാറ്റിക്കരുത്. രണ്ടുപേരും കടക്ക് പുറത്ത് മാറി. ആത്മാക്കളുടെ കോപ്പ്. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നമ്മൾ ഈ കല്യാണം നടത്തി പൊളിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ? നടത്താതിരുന്നാലോ? അപ്പൊ ഞാൻ ചത്തോയിക്കോട്ടെ എന്നല്ലേ? എന്റെ ജീവന് ഇവിടെ ആർക്കൊരു വിലയില്ല. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഈ കല്യാണം നടത്തും. ഒക്കത്തില്ല. നീ നടക്കുന്ന കാര്യമല്ലോണ്ട് പറ സൗദാമിനി. കുട്ടുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സമ്മതിച്ചാൽ എന്താന്ന്? ആ പാക്കറിന്റെ വാക്ക് കേട്ട് നീ തുള്ളാൻ നിന്നോണ്ടല്ലോ, നഷ്ടപ്പെടാൻ പോകുന്ന എന്റെ ശാന്തിയാ. ജീവിച്ചിരുന്നപ്പോ നിന്റെ കുട്ടു നമ്മുടെ കാര്യവും നോക്കിയില്ലല്ലോ, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശാന്തി എന്നെ നോക്കാനാ? ഇടി, നീ പറയുന്ന കേട്ട് ഞാൻ ഇറങ്ങിയാല് നാട്ടുകാരെന്നെ കപട കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര കുത്തും. മനസ്സിലായോ? സഖാക്കളെ, ഇന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ്. അതിനായി ഞാൻ സഖാവ് ആഷിമിനെ ക്ഷണിക്കുന്നു. ലാൽ സലാം. ലാൽ സലാം. 29-ാം വാർഡിൽ സഖാവ് ശ്രീജ. നന്നായി വർക്ക് ചെയ്യണേ. പിന്നെ 30-ാം വാർഡിൽ സഖാവ് പ്രഭാകരനെ നിർത്താനാണ് പാർട്ടി തീരുമാനിച്ചിരുന്നതെങ്കിലും അവിടെ ശക്തനായ ഒരു യുവ സ്ഥാനാർത്ഥി വേണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. ആയതുകൊണ്ട് സഖാവ് റാഷിദിനെ സ്ഥാനാർത്ഥിയായി നിർത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. സഖാവേ, റാഷിദിനെയോ? ആരും അസ്വസ്ഥരാകണ്ട. എന്നാലും സഖാവ് പ്രഭാകരന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ മുകളിലല്ലേ പ്രസ്ഥാനത്തിന് താല്പര്യങ്ങൾ? തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരുമല്ലോ. നമുക്ക് അടുത്ത ഇലക്ഷൻ നോക്കാം.
അല്ലെങ്കിലും മോൻ പോയതിനു ശേഷം ചേട്ടൻ സമയം ഇച്ചിരി മോശമാണ്. അതെ, അന്ധവിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അവിടെ മാത്രമല്ല, ഇവിടെയുണ്ട് പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നം? കുട്ടുപോയതിൻ്റെ പിറ്റേ ആഴ്ചയല്ലേ 8 ലിറ്റർ പാല് തന്നുകൊണ്ടിരുന്ന നമ്മുടെ പശുവിൻ്റെ തലയിൽ ചക്ക വീണ് ചത്ത. കുറച്ചു നേരത്തെ അഴിച്ചു കെട്ടാൻ പോയിരുന്നെങ്കിൽ ആ ചക്ക എൻ്റെ തലയിൽ വീണെന്നെ. വീണില്ലല്ലോ. അതെ, സൂക്ഷിച്ചു പോണേ. എന്താടി ഇതുവരെ ഇല്ലാത്തൊരു സൂക്ഷ്മത? കുട്ടുപോയതിൻ്റെ 3-ാം മാസമാണ് ഗോവൻ്റെ ആക്സിഡൻറ്റ്. ഇപ്പോഴും ഉണ്ട് അവൻ്റെ കാലിനൊരു ചട്ട്. സ്ത്രീധനത്തിൻ്റെ ബാക്കി കണക്കും പറഞ്ഞുകൊണ്ടാൻ വന്നപ്പോഴേ ഞാൻ തല്ലി ഓടിക്കേണ്ടത് അവൻ്റെ കാല്. അവനത് വേണം. എന്താടാ നിങ്ങൾ അറിഞ്ഞ ആ പിണ്ടിത്തറ ഫിനാൻസ് കമ്പനി പൊട്ടി? എല്ലാരും കടയടിച്ച് അങ്ങോട്ടേക്ക് പോയേക്കുവാ. പൈസ ഇട്ടവന്മാർക്കൊക്കെ പണി കിട്ടി. അവിടെ ഫുള്ള് പ്രശ്നം. ഞാൻ നോക്കിച്ചും വരാം. അവരെന്റെ കാശ് കൊണ്ട് ഞാൻ വീട് പണിയാൻ വെച്ച കാശ പ്രവരേട്ടാ. തെങ്ങിനെ ഉണ്ടാക്കിയെന്ന് പ്രവരേട്ടൻ അറിയാലോ. എനിക്ക് പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ പ്രവരേട്ടാ. അവരെ വീടല്ലേ പ്രവരേട്ടാ. നീ വിഷമിക്കാടാ, നമ്മളൊക്കെ ആണുങ്ങളല്ലേ, ധൈര്യമായിട്ടിരിക്കും. ശരിയാക്കാം. തട്ടുമുട്ടും പതിവില്ലാത്തതാണല്ലോ ചേട്ടാ. ചേട്ടന് വല്ലതും പറ്റിയോ? ഇതിൽ കൂടുതൽ എന്നാ പറ്റാനാടാ? ആ പിണ്ടിത്തറ പൊട്ടിയ ടെൻഷൻ ഞാൻ വണ്ടി എടുത്തോണ്ടൊന്ന് ഇറങ്ങിയതാ. ആ ഓട്ടോയുടെ വെളിയിൽ കാലും നീട്ടി കൊടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ വകെ പോയി രൂപ 12,000. ഇതിനിപ്പോൾ എന്നാ വരും? ഇത് ഫോർക്ക് ബെൻഡായി ചേട്ടാ. 2 ദിവസം എടുക്കും. പൈസ ഞാൻ പറയാം. ആ ശരിയടാ. ഇല്ല, അവളെ ചൂലും പിടിച്ചോണ്ട് മുറ്റത്ത് നിന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. എന്നാ പറയാനാ? ചേച്ചിയെ പറയണ്ട ചേട്ടാ, സമയത്തിൻ്റെ. സമയം ശരിയല്ലെങ്കിൽ ധനനഷ്ടം, മാനഹാനി ഇതെല്ലാം അങ്ങ് കൂടെ പോരും. എന്തായാലും ചേട്ടനൊന്ന് സൂക്ഷിച്ചോ. ഒരേ കുട്ടു, എന്റെ മോനാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഒന്നും കാണത്തില്ല. എന്താ പറ്റിയേ? ഷർട്ടൊക്കെ കീറിയിട്ടുണ്ടല്ലോ. രാഷ്ട്രീയ പ്രതിനിധികൾ എന്നെ കൊല്ലാൻ നോക്കിയതാ.
അച്ഛാ അച്ഛാ ഞങ്ങള് ജീവിക്കാൻ പറ്റില്ലല്ലോ, താനും ജീവിക്കണ്ട. സൗദാമിനി, സൗദാമിനി, ഒന്ന് എഴുന്നേക്കടി. ഇടി ഒന്ന് എഴുന്നേക്കടി. എന്താ? വാ നമുക്ക് മൂത്രമൊഴിക്കാൻ പാ. ഒന്ന് മൂത്രമൊഴിക്കാൻ പാ. ഇത്ര നാള് നിങ്ങൾ തന്നെ തന്നെയല്ലേ മുള്ളാൻ പോയത്? എടി എടി കറണ്ട് പോലും ഇല്ലടി, ഒന്ന് വാടി. മുള്ളാനുള്ള സാധനം എൻ്റെ കയ്യിലല്ലല്ലോ അതിന്. എടി നീ വാ, ഒന്ന് എഴുന്നേറ്റ്. എന്തോന്നിത്? എന്തൊരു കഷ്ടാണിത്. ഇറങ്ങ ഇറങ്ങ. സൗദാമിനി, എടി ഭൂതവും പ്രേതവും ഒക്കെ ഉള്ളതാണോ? ഒന്ന് മിണ്ടാതെ നടക്കിങ്ങോട്ട്. എടോ, എല്ലാം ഓരോ വിശ്വാസങ്ങളല്ലേ. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, മാർക്സിസം, കമ്മ്യൂണിസം, ലെനിനിസം. മതങ്ങളിലൂടെ എങ്ങനെയാ സഖാവേ കമ്മ്യൂണിസത്തെ പെടുത്തുന്നത്? സഖാവേ, മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായമെന്ന് മാത്രമാണ് അർത്ഥം. സ്വസ്ഥമായ ജീവിതത്തിന് കാലാകാലങ്ങളിൽ ഓരോരുത്തരെ കെട്ടിപ്പൊക്കിയ മാർഗരേഖകൾ. പാർട്ടി ഓഫീസുകളാണ് നമ്മുടെ ആരാധനാലയങ്ങൾ. രക്തസാക്ഷി മണ്ഡപങ്ങളാണ് നമ്മുടെ പുണ്യഭൂമി. പാർട്ടി സെക്രട്ടറിയാണ് നമ്മുടെ മാർപ്പാപ്പ. മറ്റുള്ളവർക്ക് അവരുടേതായ രീതികളാവാം. ചായ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാനുള്ള ഉപാധികളാണ് പ്രത്യയശാസ്ത്രങ്ങൾ, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ അങ്ങനൊന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഉണ്ടായിക്കൂടുന്നില്ല. ഞാൻ പറഞ്ഞതാ ഒന്ന് പ്രശ്നം വെച്ച് നോക്കാന്ന്, പക്ഷെ പറഞ്ഞാ കേൾക്കണ്ടേ? പിന്നെ ഇടി ജോത്സ്യം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന് പുറകെ നമുക്ക് പോകാൻ പറ്റുമോ? സഖാവിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സഹധർമ്മിണിക്ക് കമ്മ്യൂണിസം അല്ലാത്ത മറ്റു മതങ്ങളിൽ വിശ്വാസമാവാം എന്ന് പാർട്ടി തീരുമാനമുണ്ട്. പാർട്ടി അംഗീകരിച്ചതാണെങ്കിൽ നമുക്ക് നോക്കാമല്ലേ? അപ്പൊ ഞാൻ ഇറങ്ങും സാർ. പിന്നെ സ്റ്റഡി ക്ലാസ് എന്താ വിഷയം? ആരോപണവും തീവ്ര നിർണയവും. അപ്പൊ ലാൽസലാം. ലാൽസലാം. എടി, ഈ ചാക്കോമാഷുണ്ടല്ലോ, പാർട്ടിയുടെ ഒരു ഉത്തേജകമായിരുന്നു. സംസാരിച്ച് തുടങ്ങിയ നമുക്കൊരു ഉണർവും ഉത്തേജനവും എല്ലാം വരും. മുള്ളാൻ നേരത്തെ ഇതൊന്നും കണ്ടില്ലല്ലോ. ജോത്സ്യം ആവാം. മഴ പെയ്തു, കാറ്റടിച്ചു, കരണ്ട് പോയി. അതും ആത്മാക്കളുടെ തലയിൽ. കൊള്ളാം. മടുത്തു. മരിച്ചാലും ജീവിക്കാൻ സമ്മതിക്കാത്ത വീട്ടുകാർ. കല്യാണം നടക്കാനാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. ഭാസ്കരനില്ലേ? ഉണ്ട്. വാ, കേറിയിരിക്കെ. വാ.
ശ്രുതി മോള് ഇല്ലേ? ഉണ്ട്, പഠിക്കുക. ഞങ്ങള് വന്നത് നിങ്ങളന്ന് വന്നിട്ട് പോയില്ലേ? അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. പറഞ്ഞത് മുഴുവനും അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റുന്നില്ല. നിങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാണെന്നറിയുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ സങ്കടം കാണുന്നവനാണല്ലോ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. എന്റെ ദേവി, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രഭാരേട്ടാ, നിങ്ങക്ക് നല്ല ബുദ്ധി തോന്നിയ. ഭാസ്കരൻ നീ വന്നേ. താൻ ഇതിനധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. എന്റെ പ്രഭാകരേട്ടാ, നിങ്ങൾ ചേട്ടനോട് നിന്ന് ബാക്കി കാര്യം ഞാനായിട്ട് ചെവി അറിയില്ല. അപ്പൊ പറഞ്ഞ പോലെ ഒരു ഒഴുക്കിന് വന്നു പോയതാ. ഓക്കെ ഏട്ടാ, ഞാൻ ഏറ്റ്. ചേട്ടാ, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കി തരണം. എനിക്കതിനുള്ള ശക്തിയൊന്നുമില്ല. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ചേട്ടനൊരു ദൈവമല്ലേ? ഞാൻ ദൈവമൊന്നല്ല, ഞാനൊരു കണക്കപ്പിള്ളയാണ്. നിങ്ങളെ നിരീക്ഷിച്ച് കണക്കെഴുതുന്നു, അത്രേ ഉള്ളൂ. ഗുപ്തേട്ടാ, നിങ്ങൾ ഈ ദൈവങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് അല്ലേ? നമുക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ പ്ലീസ്, ഒരെണ്ണം. മനുഷ്യരുടെ കാര്യത്തിൽ അധികം ഇടപെടേണ്ടെന്ന് ദൈവങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യൻ്റെ വിധി അവൻ്റെ തീരുമാനങ്ങളാണ്, അല്ലാതെ ദൈവത്തിൻ്റെ തീരുമാനമൊന്നുമല്ല. അപ്പോൾ ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതോ? അപ്പം കിട്ടുന്നൊരു ആത്മധൈര്യമില്ലേ, അതുകൊണ്ടായിരിക്കാം. ഗുപ്തേട്ടാ, എന്തെങ്കിലും രീതിയിൽ നമ്മളൊന്ന് സഹായിക്കണം പ്ലീസ്. ഒരാളുണ്ട്, ഒന്ന് പറഞ്ഞു നോക്ക്. മറ്റ് ദൈവങ്ങളുടെ നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. ചാത്തൻ ശരിക്കും ഉള്ളതല്ലേ? ഇത് ചാത്തനൊന്നുമില്ല, കണ്ടിട്ടേതോ ബോഡി ബിൽഡർ ആണെന്ന് തോന്നുന്നു. എനിക്ക് ബോഡി ഇല്ലാത്തതിന്റെ അസൂയ. ഇതുപോലെയൊക്കെ ആയിക്കൂടെ? എന്ത് ബോഡിയാ! നിങ്ങളാരാ? എന്തു വേണം? ചാത്തസ്വാമി വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള വരവായിരിക്കും അല്ലേ? ആ, ഒന്ന് അനക്കി. ചാത്തസ്വാമി, നമ്മളൊന്ന് സഹായിക്കണം. കല്യാണം കഴിയുന്നവരെ മാത്രമേ നിങ്ങൾക്കിവിടെ ജീവിതമുള്ളൂ. പരലോകത്ത് പക്ഷേ നിങ്ങൾക്ക് അന്യോന്യം തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ശരിയാകത്തില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ ഭക്തജനങ്ങളുടെ വിളി അങ്ങാണ് കൂടുതൽ കേൾക്കുന്നതാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം അല്ലേ? അതെ. ആ, അതൊക്കെ ശരിയാ. പക്ഷെ എനിക്കെപ്പോഴും രണ്ടാം സ്ഥാനമല്ലേ? അങ്ങനെയൊന്നുമില്ല സ്വാമി. കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. ഇവനില്ലേ, ഇവനുണ്ട്. ഷർട്ട് വാങ്ങുമ്പോൾ സൈസ് നോക്കി വാങ്ങണം. അത് അന്ന് ഷർട്ടിന്റെ സൈസ് നോക്കിയിട്ട് വാങ്ങിച്ചതാ. അത് ചാത്തൻ ബ്രാൻഡാണല്ലോ, ഇത് പ്രീമിയം ബ്രാൻഡ്. അതോ സാഹചര്യങ്ങൾ. കുട്ടി വന്ന് പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഓക്കെ സ്വാമി. ഉറപ്പൊന്നുമില്ല. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കയറിയിട്ട് പോവാം.
പറഞ്ഞു വന്നത്, നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചത്, അതായത് സ്വർണമോ പണമോ, അതൊക്കെ അവർക്ക് കൊടുക്കണം. പിന്നെ ഉപഹാരമായി കാറോ ബൈക്കോ അതെല്ലാം അവർക്ക് കൊടുക്കണം. അതുമാത്രമല്ല, വിവാഹശേഷം വധൂവരന്മാർ മധുവിധു പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ യാത്രാ ചെലവും ഹോട്ടൽ വാടകയും ഇതൊക്കെ ഒരുക്കി ഹോമകുണ്ടത്തിൽ സമർപ്പിക്കണം. പിന്നൊരു കാര്യം, ചടങ്ങുകൾക്ക് ശേഷം സ്വർണം, പണം, വണ്ടി മുതലായവയൊക്കെ യാക്കോട്ടുകര അമ്പലത്തിൽ സമർപ്പിക്കണം. ദൈവങ്ങളൊക്കെ ഇപ്പം വണ്ടിയിലാണോ നടക്കുന്നത്? അത് വേണോ സ്വാമി? വേണം. ആത്മാക്കൾക്ക് അർപ്പിച്ച വസ്തുക്കളാണ്. അത് കൈവശം വെച്ചാലേ ശാപം തിരികെ പോരും. അത് വേണമെന്നുണ്ടോ? പറയാ, വേണമെന്നുണ്ടോ? വേണ്ട. ചെറുക്കനും പെണ്ണിനും പ്രിയപ്പെട്ടവരൊക്കെ, അത് സുഹൃത്തുക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും, അവരെല്ലാവരും ഒരേ മനസ്സോടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കണം. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ ഈ കല്യാണം നടത്തണം. ചിലവുകളെല്ലാം തുല്യമായി പങ്കെടുക്കണം. നടക്കുകയല്ലെന്ന് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ വലിയ കാര്യം. ഇനി അതിനോട് ലക്ഷങ്ങളോടെ മുടക്കണമെന്ന്. താനൊക്കെ ഇത് ലോകത്താണ് ജീവിക്കുന്നത്. തനിക്ക് ആയിക്കോട്ടെ കാശ് അടിക്കണമെന്നുണ്ടെങ്കിലേ അതിന് എന്റെ കാശ് കിട്ടത്തില്ല. ഞാൻ പറയണമെന്ന് കേൾക്കും. ഒന്നും പറയണ്ട, നടക്കണേ അങ്ങോട്ട്. ഞാൻ പറയട്ടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, പരിപാടി ഇവിടെ തീർന്നു. വണ്ടിയിൽ നിന്ന് സംസാരിക്കാൻ വന്നേ. ഒരു വണ്ടിയും കോപ്പ് വേണം, ഞങ്ങൾ ബസ്സിന് നോക്കണം. ഞങ്ങൾക്ക് അറിയാൻ പോവാം. ചേട്ടാ നിക്ക്. ചേട്ടാ ഞാൻ പറയട്ടെ. ഇല്ലില്ല, പ്രചാരണത്തിന് മുന്നേ തന്നെ ഉണ്ടാവും. നമ്മുടെ സഹാക്കന്മാരെ എല്ലാം കേന്ദ്രീകരിച്ച് ഒരു സ്ക്വാഡെല്ലാം ഉണ്ടാക്കി പ്രചരണത്തിന് മുന്നിൽ തന്നെ ഉണ്ടാവും എല്ലാ വാർഡിലും. ഓ, ലാൽ സലാം. എന്താടി, ഇന്നിവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലേ? ഇല്ല. എന്താ ഇല്ലാത്ത? ഇനി മുതൽ ഇവിടെ വെപ്പും കുടിയൊന്നും ഇല്ല. അതെന്താ? നിങ്ങൾക്ക് കാശാണല്ലോ വലുത്. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ലാഭിച്ചേക്കാന്ന് വിചാരിച്ചു. കാശിൻ്റെ ആണോ? ഇന്നേ വരെ നിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും പിശുക്ക് കാണിച്ചിട്ടുണ്ടോ? നോക്കി കാണിച്ചിട്ടുണ്ടോ? എടി, ഇതാ പാക്കറിനും സന്യാസും കൂടെ നമ്മളെ പറ്റിക്കാൻ നോക്കുക. അതിനൊന്നും ചൂട്ടുപിടിക്കാൻ എന്നെ കിട്ടത്തില്ല. അതെ, അയാളെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിച്ചാലോ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? സമ്മതിക്ക്. ശരി, ആരെയാന്ന് വെച്ചാൽ നോക്കിച്ചു. അതെ, നമുക്ക് ശ്രുതിയുടെ കല്യാണം കൂടി പരിപാടിയുടെ ഇടയിൽ നടത്തിയാലോ? അതെ, നോക്കി അവക്കേ ഇപ്പം ഫോണിൽ കുറച്ച് കൂടുതലാണ്. എന്തോ ഉണ്ട്. നിനക്കിവിടെ എന്താണ് പണി? നിനക്ക് പിള്ളേരൊക്കെ മര്യാദ വളർത്തിക്കൂടെ? എന്നിട്ട് അവൾ എന്നോട് പറയുന്നു ഒരു ചായ. നിങ്ങളോട് ചായ കുടിച്ചിരുന്നു. I love you too. ഇതിന് ഏതിലുട്ടാപ്പിയാണാവോ? ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം പാർട്ടി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രഭാകര, ഒരു പ്രസ്ഥാനമാകുമ്പോൾ പ്രത്യയശാസ്ത്രം മാത്രം പോരാ, അണികളും പ്രവർത്തകരും ഒക്കെ വേണം. ഇത് പ്രവർത്തകരുടെ വികാരമാണ്. അതുകൊണ്ട് പാർട്ടി തന്നെ ചെറുതായിട്ടൊന്ന് സസ്പെൻഡ് ചെയ്യുകയാണ്. വെറും 6 മാസത്തേക്ക്. 6 മാസമോ? ആ, വെറും 6 മാസം. താനൊരു കാര്യം ചെയ്യും, താനൊരു സ്വയം വിമർശനം നടത്തും. അത് കഴിഞ്ഞ് താൻ അറിയിക്കും തൻ്റെ ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ തീരുമാനത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകും. എന്നാലും എൻ്റെ സഖാവേ, എന്നോട് ഈ ചതി എന്തിനായിരുന്നു? ഒന്നുമില്ലെങ്കിലും എൻ്റെ പ്രവൃത്തി പരിചയമെങ്കിലും നോക്കണ്ടേ? ഇക്കാലം അത്രയും ഞാൻ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ.
എന്നെ ഇവിടുത്തെ ഓരോ മണൽത്തടികൾക്ക് പോലും അറിയാം. ആ എന്നോട് പ്രസ്ഥാനമാണ് നമുക്ക് വലുത്, അത് മറക്കരുത്. ഓ ഇൻകുലാബ് 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 സിന്ദാബാദ്. എന്താടാ ചേട്ടാ, ഞങ്ങൾ ഈ സംസ്കാര സംരക്ഷണ സമിതിയുടെ ചാവേറുകളാണ്. ചവറുകളോ? ചവറുകളല്ല ചേട്ടാ, ചാവേർ. അതെ, ചാവേറുകൾ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചേട്ടനെതിരെ ഈ നിമിഷം ഒരു ആക്രമണം. ഇന്നു മുതൽ ചേട്ടൻ ഞങ്ങളുടെ നിരീക്ഷണത്തിലെ. ഏയ്, ചേട്ടൻ ധൈര്യമായിട്ട് കല്യാണം നടത്തിക്കോ, ഞങ്ങളുണ്ട് എല്ലാത്തിനും കൂടെ. നീയൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ സ്വയം ചാവേറായി നിന്റെയൊക്കെ ആസ്ഥാനത്ത് വന്ന് പൊട്ടിത്തെറിക്കും. എന്റെ പൊന്നു പ്രകാരം ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങൾക്കറിയാലോ, ഒരൊറ്റ ഒരുത്തൻ വെളിവുള്ള ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എന്തായാലും ഞാൻ മാപ്പി ഒതുക്കുന്നു, ക്ഷമിക്കണം. പിന്നെ ഇതിന്റെ പേരിൽ തീരുമാനത്തിലൊന്നും മാറ്റം ഉണ്ടാകല്ലേ. ഓക്കെ ആണല്ലോ അല്ലേ? ആ ശരി. നിങ്ങളെ കൊണ്ട് കൂട്ടിയെ കൂടൂലല്ലേ? ചാത്തേട്ടാ, ചാത്തേട്ടാ, അല്ല അത്യാവശ്യമായിട്ട് ഞങ്ങളെ കാണണമെന്ന് വിളിപ്പിച്ചത് ഇപ്പം ഞങ്ങളുടെ വല്ലതും കാര്യോർത്ത് ടെൻഷൻ അടിച്ചിട്ടാണോ? ടെൻഷനല്ലടൂ, ഡൈലമ ആകെ പ്രശ്നമായിട്ടിരിക്കുക. ഡൈലമയോ? സത്യത്തിൽ നിങ്ങളുടെ കല്യാണം മുടക്കാമെന്ന് ഞാൻ വാക്കന്നാ. പക്ഷേ ഭഗവാനെ, ഇത്രയും നാളും പരിഗണിക്കാത്തതിൽ പരിഭവമൊന്നും തോന്നരുത്. ചാത്തൻ ഭഗവാനെ, ഭക്തവത്സല കാത്തോളണേ. പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇതിപ്പോ എന്തിന്റെ കേടാണ്? ഇത്ര നാൾ ചിട്ടിപ്പാക്കരൻ എന്നുള്ള പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ചാത്തൻ പകരം കൂടെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. എടി ഒന്ന് നിർത്തടി. മലയാളികൾക്ക് വിലയില്ലഞ്ഞിട്ടാണ്. ഇതേ ഗണപതിക്കും മുരുകനും നടുക്കിരിക്കേണ്ട മനുഷ്യനാണ് മലയാളികൾ പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞത്. ആ എന്ത് ചോദിച്ചാലും അപ്പ സഹായിച്ചു തരും. ക്ഷിപ്രപ്രസാദിയാണ്. പ്രാർത്ഥിച്ചോ നീ. ഭഗവാനെ പൊറുക്കണേ. ഈ കല്യാണം ഒന്ന് പെട്ടെന്ന് നടത്തി തന്നെ, തടസ്സങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. കാത്തോളണേ. ആരെങ്കിലും എന്നെ വിളിച്ച് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം അപേക്ഷിച്ചാൽ ഞാനത് ചെയ്തു കൊടുക്കാറുള്ളതാ. നിങ്ങളുടെ കാര്യത്തിലും ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞതാ. ഇപ്പം എന്താണ്ടായ? ആദ്യമായിട്ട് ഒരാൾ എൻ്റെ സ്ഥാനപ്പേര് പറഞ്ഞ് എന്നോട് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളല്ലേ ആദ്യം ചോദിച്ചത്. ശരിയാണ്. എടോ, ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇപ്പം ഒരു കാര്യം നടക്കാനും നടക്കാതിരിക്കാനും ഒരാളോട് തന്നെ പ്രാർത്ഥിച്ച എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ സംഭവം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സമദൂരം പാലിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാണിട്ട് ഒരു നിമിഷം. എന്നാ ശരി. ഓ അടിക്കടാ. ചിട്ടിപ്പാക്കരൻ പ്രഭാകരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ വിളി മക്കളെടാ, ഒന്നിങ്ങി വന്നേടാ. എന്താ ഏട്ടാ? ഞാൻ നിങ്ങളെ കല്യാണം വിളിക്കാൻ വന്ന കേട്ടോ. ആരുടെ? അരുണിൻ്റെ. എടുത്തടിക്കടാ. ചേട്ടൻ്റെ തലയ്ക്കുള്ള ഭ്രാന്തുണ്ട് കേട്ടാ, മരിച്ചു വേറെ കല്യാണം വിളിക്കാനായിട്ട്. എൻ്റെ കളിയാ. എടാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്ത് പ്രത്യേക സാഹചര്യം കേട്ടാ? ഈ പ്രത്യേക സാഹചര്യം അന്നുണ്ടായിരുന്നെങ്കിലേ ഇവിടെ ഞങ്ങളോട് ഇരുന്ന് കളിക്കേണ്ടവനാ. നീ കളിച്ചാടാ. ആദ്യത്തെ കുറി നിങ്ങൾക്കാ. ആരുണില്ലാത്ത കല്യാണത്തിന് ഞങ്ങൾ വരൂല, നിർബന്ധിക്കണ്ട. മക്കളെ, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വരണം. എന്ത് വേണേലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യൂ. ചെയ്യാമടാ. ഈ ചേട്ടൻ പറയട്ടെ. ചെയ്യാം. ശ്രുതിയെ എനിക്ക് കല്യാണം കഴിപ്പിച്ചേ. ഓ, കല്യാണം കഴിപ്പിച്ച് തരാമടാ. നിങ്ങളെല്ലാവരും തലേ ദിവസം തന്നെ അങ്ങ് വരണം. എല്ലാം ഭംഗിയാക്കി തരണം കേട്ടോ. ഭാസ്കര,
ഞങ്ങൾ വരാം അച്ഛൻ. കോളടിച്ചല്ലോടാ. എടോ താൻ എന്ത് കണ്ടിട്ടാണ് ആ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞത്? തനിക്ക് ആ പെങ്കൊച്ചിനെ എന്റെ മോളാണത്. തൻ്റെ മോളാണ്. ഏതായാലും മെനക്കേടും ചെലവും വെച്ച് നോക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആ കല്യാണം നടത്തി കൊടുക്കുന്നതാണ് നല്ലത്. സസ്പെൻഷൻ കൊടുത്തിട്ട് അയാൾക്ക് വല്ല മാറ്റമുണ്ടോ? അയാൾ ആ കല്യാണം കൊണ്ട് മുമ്പോട്ട് പോയല്ലേ. ഇത് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന തുല്യാണ്. അതയാളുടെ ധാർഷ്ട്യമാണ്. ഇത് കണ്ടില്ല എന്ന് അടിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവർ ഇതുപോലെ തന്നെ ചെയ്യും. എന്ത് വേണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? കടുത്ത നടപടി വേണം. എത്രത്തോളം കടുപ്പം? തീർത്ത് കളയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സമഗ്രമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ പാർട്ടിക്ക് ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക് എത്താൻ സാധിക്കൂ. എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ വരത്തില്ല. സുരേഷ്, നീ വന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കുകയില്ല. കല്യാണം നടന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവനകത്താ. ഉളുപ്പുണ്ടോ എനിക്ക്? വലിയ സഖാവാണ് പോലും സഖാവ് സ്വന്തം മകനെ കൊന്നിട്ട്. എടോ ഞാനൊന്ന് കെഞ്ചി പറഞ്ഞല്ലോ ആ കല്യാണം നടത്തി കൊടുക്കാൻ. ഇപ്പൊ എന്താണോ തന്റെ കൊക്കി ചത്തുപോയാ? ഓ, അപ്പൊ തനിക്ക് എന്റെ പിടിവാശി കഴിക്കണമല്ലേ? എന്നെ പട്ടിയെ തല്ലുന്ന പോലെയല്ലേ എല്ലാവരും വിളിച്ചതില്ലേ? കൂട്ടുവിന്റെ കാര്യം മാത്രമല്ല, എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സുഖവും സന്തോഷം മാത്രമല്ലേ വലുത്? ഇപ്പൊ ഈ കല്യാണം നടത്തുന്നവർ അതിനു വേണ്ടിയല്ലേ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ? എടാ, നമ്മുടെ കുട്ടുവിന് ആത്മാവിന് ശാന്തി കിട്ടുമെങ്കിൽ ചേച്ചി മിണ്ടരുത്. ഈ കല്യാണം നടത്തിയാൽ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വരത്തില്ല. എടാ എടാ നീ വന്നില്ലെങ്കിൽ നടക്കില്ല. സദാമിനി, അന്നവന്റെ പ്രേമത്തിന് വക്കാലത്ത് പിടിക്കാൻ ഞാൻ ചുരുക്കാം. അത് പോട്ട്. നീ എന്നങ്ങനെ പറഞ്ഞോണ്ട, അല്ലാതെ ഞാൻ കൂടെ നിന്നേനെ. അതുപോലെയാണോ ഇത്? അത് അന്യമതക്കാരി അല്ലായിരുന്നോ? അത് നമ്മുടെ രീതികളായിട്ട് ചേർന്ന് പോവോ? അതല്ലേ ഞാനെന്ന്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കേറ്. ഇനി അവനെ എങ്ങനെയൊന്ന് കൊണ്ടുവരും? എടോ, ഒന്നില്ലെങ്കിൽ നമ്മൾ 4 വർഷത്തിന് ശേഷമല്ലേ വരുന്നു. ഇന്നെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂട്ടം വരെയായിരുന്നു. ഗോപേട്ട, അച്ഛന് കല്യാണത്തിന്റെ തിരക്കായുണ്ടല്ലോ. എന്ത് തിരക്ക്? ചത്തുവിന്റെ കല്യാണം നടത്താനല്ലേ ഇത്ര തിരക്ക്? ഹണിമൂണാ? കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ആദ്യം കല്യാണത്തിന് മുന്നുള്ള കാര്യം പറഞ്ഞു. ആത്മാക്കളുടെ കല്യാണം അത്രേ. നമുക്കൊന്ന് പോയി കൂടിയാലോ? അല്ലേ പൂരം നേരിൽ പോരെ. അയ്യോ, പച്ചക്കളർ അത് വേണ്ട. നമുക്ക് ചുവന്ന പാലക്ക് ഓക്കെ, മതി മതി. എഴുത്, എന്താണെന്ന് വെച്ചാൽ എഴുത്. ആ കുട്ടികൾക്ക് നമ്മള് മൂലം മോക്ഷം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. പറയണമെന്ന് പോരാ, നേരം പോരാ. പകരം പറയാനൊന്നും തീരെ നേരമില്ല, നേരം തീരെ പോരാ. 3 മാലയല്ല 10 കൊണ്ട് മുല്ലമുട്ട് മാലുണ്ട്. ഇത്ര ഇറക്കത്തിൽ കിടക്കും. നമുക്കത് വാങ്ങിക്കാം. എടി, അവനെ ഒരു എന്തോ ഇത് പറയില്ലായിരുന്നു. അതെ, നിങ്ങളുടെ ആഗ്രഹമല്ല. അതെ, ഒരു സെക്കൻഡ്. നിങ്ങളുടെ ആഗ്രഹമല്ല, അവർക്ക് എന്താണോ ആഗ്രഹം അത് കൊടുക്കണമെന്നാ പ്രശ്നത്തിൽ പറഞ്ഞേക്കുന്നത്. പോരാ, നേരം തീരെ പോരാ. അറിയാൻ പോയാൽ അതിലും പോരാ. അടുത്ത ആഴ്ച സമ്മേളനല്ലേ, പോകുന്നില്ലേ? സമ്മേളനോ? നാട്ടിലെ അതിലും വലിയ കോമഡി പരിപാടിയല്ലേ. നോക്ക്.
ശരിക്കും സച്ചിൻ ഫാമിലി ആയ പിള്ളേരുടെ സന്തോഷമല്ലടാ നമുക്ക് വലുത്. ഞാൻ വീട്ടിൽ പോയി പെണ്ണുമ്പിള്ളയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തലേദിവസം തന്നെ കുടുംബമായിട്ടങ്ങ് പറഞ്ഞേ. ദൈവം ഇല്ല എന്ന് പറഞ്ഞ ആളാണ് ആത്മാവിനെ കെട്ടിക്കാൻ ഈ കല്യാണത്തിന് എന്തായാലും ഞാൻ അച്ഛനെയും അമ്മയും പറഞ്ഞുവിടും. കല്യാണത്തിന് പോകും. നിങ്ങൾക്കൊന്ന് വെറുപ്പാണ്. സമയം ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വരും. സമയത്തിന്റെ എന്താ ഇങ്ങനെ ഒരു ഇരിപ്പ്? ഒന്നുമില്ല, ദേ കണ്ടില്ലേ. എനിക്കിഷ്ടപ്പെട്ട പാലക്കാമാല, വള, കമ്മല്, സാരി പോലും ഞാൻ സെലക്ട് ചെയ്യാനിരുന്നതാ. ഇവർക്കിത് നേരത്തെ നടത്തി തന്നൂടായിരുന്നോ? സ്വാതി, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നീ ഒന്ന് ആലോചിച്ചോക്കെ, നമ്മൾ എടുത്ത് ചാടിയില്ലായിരുന്നെങ്കിൽ ഇവർ നമ്മുടെ കല്യാണം നടത്തിയാണ്. ഇനിയിപ്പോൾ ഇവരെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, അല്ല നല്ലത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായ, നമ്മളെ ഇപ്പോഴാണ് മനുഷ്യന്മാരായത്. പണ്ട് നമ്മൾ മറ്റെന്തൊക്കെയോ മനസ്സിലായ. മനുഷ്യന്മാരല്ലായിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് വല്ല ബോധമുണ്ട. ഞാനേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മനുഷ്യന്മാരല്ലായിരുന്ന കാലത്ത് ചെയ്തു പോയ ചില കാര്യങ്ങളാ. അതിനീ പറയണ്ട. നീ പറഞ്ഞാ ശരി, അതിനീ പറയണ്ടാ. നിന്റെ ചിട്ടി പൊട്ടിച്ച ഞാനാ. അപ്പൊ 15 സെന്റ് കയ്യേറാൻ ആ വഴി റിപ്പോർട്ടിൽ കയറ്റിയതും നിങ്ങൾ തന്നെയാണല്ലേ? എടാ, മനുഷ്യന്മാരല്ലായിരുന്ന സമയത്ത് നമ്മളങ്ങനെ പലതും കാണിച്ചു കൂട്ടിയിട്ടില്ലേ ഭാസ്കര? ഒക്കെ മറക്കണേടാ. എന്താടാ മനുഷ്യന്മാരെ ആയിരുന്നെങ്കിലേ ആ ചിട്ടി കമ്പനിയും ആ 11 സെന്റും ആരുടെ ആയിരുന്നു? ആർക്കും ഓരോരോ കാര്യങ്ങളെ പലട്ടത് ഓർത്തിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതാ എന്റെ വിഷമം. മനസ്സിലായില്ലേ? നടക്കട്ടെ, മനുഷ്യരാത്മാക്കളുടെ കല്യാണം നടത്തട്ടെ. നിങ്ങളേതായാലും സന്തോഷമായിരിക്കും. കല്യാണം നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് സന്തോഷം. അവർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞങ്ങൾ കാരണം ആരും കഷ്ടപ്പെടണ്ട. ആ രൂപങ്ങൾ എടുത്ത് ഇവിടെ വയ്ക്കാം. ശരി സ്വാമി. ആവാഹനം തുടങ്ങാൻ പോവാ. എല്ലാവരും ശക്തമായി എന്ന് പ്രാർത്ഥിക്കുക.
പയ്യൻ്റെ അമ്മാവൻ തീർച്ചയായും ഉണ്ടാവണം. പ്രശ്നത്തിൽ അങ്ങനെ തന്നെയാ കാണിക്കണേ. അയാൾ എന്ത് പറഞ്ഞിട്ടായാലും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം. ആത്മാക്കൾ പ്രസാദിച്ചില്ലെങ്കിൽ 7-ാം നാൾ മരണം ഉറപ്പാ. കുടുംബത്തിലെ അവസാന പേരും അറുത്തേ പക അവസാനിക്കൂ. പേടിക്കണ്ട. പിന്നെ ചടങ്ങുകൾക്കും ഹോമത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുക. ഇതാ ചാർത്ത്. ആരാ വാങ്ങണേ? ശരിയാണ്, നടത്താമായിരുന്നു പപ്പടം. പക്ഷേ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. ഒന്ന് സമ്മതിക്കമ്മാവ. എൻ്റെ പൊന്നമ്മാവ, നമ്മുടെ എറിന് വേണ്ടിയല്ലേ, ഒന്ന് സമ്മതിക്കേ. എടാ, ആ കൊഞ്ഞാണന്മാർ നടത്തുന്ന പരിപാടിക്ക് എന്നെ കിട്ടില്ല. ഞാൻ ഉണ്ടാവുകയില്ല. പിന്നെ ഇക്കാര്യം പറഞ്ഞതിൻ്റെ സമയം മെനക്കെടുത്താൻ പറ്റരുത്. പോയിക്കോ. എടി നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് പോയി നിൽക്ക്. നിന്റെ ഭാവിയെ ഓർത്തെങ്കിലും അവൻ ഈ കല്യാണത്തിന് വരും. അവൻ വരും. കല്യാണം കൂടാനല്ല, നിങ്ങളുടെ തലയെടുക്കാൻ. നമ്മൾ ഒരുപാട് തരം വിവാഹം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ നടക്കുന്നത് വളരെ വ്യത്യസ്തവും അപൂർവമായിട്ടുള്ളൊരു വിവാഹമാണ്. സ്വന്തം മോനേഷ്. ഇന്നിവിടെ നടക്കുന്നത് കേരളത്തിൽ വെച്ച് എവിടെ നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഗൈസ്. 2 ആത്മാക്കളുടെ കല്യാണമാണ് നടക്കുന്നത് ഗൈസ്. കമോൺ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. കമോൺ, എസ്കേപ്പ് ഗൈസ്. ആശാനെ, ആശാനിയായിട്ട് നേരത്തെ പറഞ്ഞെങ്കിൽ ഈ വർക്കൂടെ നമുക്ക് പിടിക്കായിരുന്നു. ഞാനധികം പബ്ലിസിറ്റി കൊടുക്കാത്തോണ്ടാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ കല്യാണം വരെ ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെയാണ് ഈ മരിച്ചവരുടെ. എന്നാലും ഒരു പബ്ലിസിറ്റി കൊടുക്കായിരുന്നു. വിവാഹത്തിന് വരാനല്ല പറഞ്ഞുള്ളൂ. ഇത്ര ആർഭാടം ആവാൻ പറഞ്ഞു. കല്യാണമൊക്കെ അല്ലേ സഖാവേ. സഖാവേ, പ്രതിഷേധിക്കണോ? വേണ്ട, ആത്മസംയമനം പാലിച്ചാൽ മതി. വാ. എല്ലാം അന്നൊരു ഓട്ടോ ഇട്ട് പിന്നെ ഇപ്പോഴാണല്ലോ കാണുന്നത്. പാർട്ടി കല്യാണത്തിന് എതിരായിരുന്നല്ലോ, പിന്നെന്താ ഇവിടെ? അന്ധവിശ്വാസത്തിന്റെ ആഴം അത് അളക്കാൻ വന്നതാണ്, അല്ലാതെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല. അപ്പൊ ഊണ് കഴിച്ചിട്ട് പോകുമല്ലേ? അന്നം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യത്തിൽ ഒന്നാണ്. അന്നത്തിനെതിരെ ഒരിക്കലും പാർട്ടി നിന്നിട്ടില്ല. അന്നവും വോട്ടും ആര് നൽകിയാലും പാർട്ടി സ്വീകരിക്കും. കൊള്ളാം, എന്നാ കാണാം. പയ്യന്റെ അമ്മാവനെത്തിയോ? കൂട്ടിക്കൊണ്ടുവരാൻ പ്രഭാകരൻ പോയിട്ടുണ്ട്. ഇപ്പൊ എത്തും. ഞാൻ പറഞ്ഞതല്ലേ ഈ സമയത്ത് അയാൾ ഇവിടെ ഉണ്ടാവണമെന്ന്. ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആവില്ലേ? ചെയ്തില്ലെങ്കിലും അത് ദോഷമാവില്ലേ സ്വാമി? എനിക്ക് ദോഷം വരാതിരിക്കുള്ള പരിഹാരക്രിയൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളുക. വരിക. സ്വാമി, സ്വാമി, അത് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവില്ല സ്വാമി? എനിക്കൊന്നും കേൾക്കണ്ട സ്വാമി. അയാളുടെ സമ്മതത്ര മതിയാവോ സ്വാമി? സ്വാമി, ഓ അവരെത്തി. സുഖല്ലേ?
വീടൊക്കെ ഇഷ്ടമായി കേട്ടോ. താങ്ക്സ്. നല്ല ഒതുക്കമുള്ള ചെറിയ വീട്. ഫാമിലിയൊക്കെ തറവാട്ടില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെന്താ അവിടെ നിൽക്കാൻ തോന്നിയില്ല, തിരിച്ചു പോന്നു. ഇപ്പോൾ ഇതൊക്കെ എൻ്റെ ഫാമിലി. തൻ്റെ ഫാമിലി എന്നെ ഒന്ന് നാട് കടത്തിയതല്ലേ, പിന്നെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു. അതിട്ട് വർക്കൗട്ടായില്ല, ഞാൻ ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ ഹോസ്റ്റൽ ഫ്രണ്ട്സിൻ്റെ കൂടെ. അവരൊക്കെ തന്നെ എൻ്റെ ഫാമിലി. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. എന്താ പറ? നീ ആ കല്യാണത്തിന് പോകണം നാളെ. സ്വാതിയുടെ അരുണിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പിള്ളേരെ അവരെന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്നിട്ടിപ്പോൾ ഓരോ പ്രകസനമായിട്ടും ഇറങ്ങി തിരിച്ചേക്കുവോ? എനിക്കറിയാം, നമ്മുടെ കാര്യത്തിലും വ്യത്യാസമൊന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്തോ? ധൈര്യമില്ല എന്നിട്ടാ, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഇതേതാണോ വീടമ്മാവൻ? അതെ അതെയാണോ? വരിക. ഇനി ആത്മാക്കളെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുക.
എത്തിപ്പെട്ടു. ആത്മാക്കൾക്ക് തൃപ്തിയായി, വിവാഹം കഴിക്കാം. സമാധാനമായത്. എങ്ങനെയുണ്ടായിരുന്നു ഈ വിവാഹം? ഫസ്റ്റിൽ ഞങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല, പക്ഷെ അടിപൊളിയാ. ഞാൻ ഇതുവരെ കേട്ടിട്ട് വരില്ല, കണ്ടിട്ടുമില്ല. ആദ്യമായിട്ട് ഈ ഒരു ഇങ്ങനൊരു അത്ഭുതം കാണുന്നത്. ആശ്വാസമായി. കുട്ടു, അവസാനമായിട്ട് നിനക്ക് എന്നോടൊന്നും പറയാനില്ല. എനിക്ക് ചിലപ്പോൾ നരകമായിരിക്കും. കൂടെ കൊണ്ടുപോകണമെന്ന് വാശിയൊന്നും പിടിക്കരുത്. എന്താ ഉത്തേണ്ട ഒരു സസ്പെൻസ്? നരകമാണെങ്കിൽ നരകം, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞോ. കല്യാണം കഴിഞ്ഞതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞങ്ങൾക്കിനി ഞങ്ങളില്ലല്ലോ ഗുപ്തേട്ട. ഞങ്ങളെ പറഞ്ഞു വിടുവല്ലേ? എങ്ങോട്ടേക്ക്? നിങ്ങളെവിടെയും പോകുന്നില്ല. ശരീരം ഒരു മാധ്യമം മാത്രമാണ്. ആത്മാവാണ് അസ്തിത്വം നൽകുന്നത്. ആഗ്രഹപൂർത്തീകരണം നടക്കേണ്ടത് ആത്മാവിൻ്റെതാണ്. നിങ്ങളിവിടെ വരുമ്പോൾ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ആഗ്രഹം നടന്നു. പക്ഷേ കുറച്ച് മുന്നേ വരെ നിങ്ങൾ ഈ കല്യാണം നടക്കരുത് എന്നാഗ്രഹിച്ചു. അപ്പോൾ ആ ആഗ്രഹം ബാക്കി. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ പോയി സുഖമായിട്ട് ജീവിക്കും. അല്ല സർ, ഇനിയും ആഗ്രഹങ്ങളൊക്കെ ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരുമിച്ച് ജീവിക്കണമെന്ന് മാത്രമല്ലേ അവരാഗ്രഹിച്ചുള്ളൂ. കടുംപിടുത്തവും നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം നിങ്ങൾക്കല്ലേ? നീഹാരം പോ വന്നുയിരിൽ ഒരാ
ഇതാ